പി വധക്കേസിലെ ഹൈക്കോടതി വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത്. CPM ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗം KK കൃഷ്ണന്റെ പ്രസംഗം കൊലപാതകത്തിനുള്ള പ്രേരണയായി. കൊല്ലാനുള്ള തീരുമാനമെടുത്തത് പ്രസംഗത്തിന് ശേഷമാണെന്നും അവസ്ഥ വഷളാക്കിയത് വടകരയിലെ തോൽവിയാണെന്നും വിധിയിൽ കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ശ്യാം നൽകും വിവരങ്ങൾ. ശ്യാമ, അതായത് ഈ കൃഷ്ണന്റെ പ്രസംഗം, KK കൃഷ്ണന്റെ പ്രസംഗം അന്ന് തന്നെ വലിയ ചർച്ചയായതായിരുന്നു. ഇപ്പോൾ ആ പ്രസംഗത്തിന് ശേഷമാണ് ഇത്തരത്തിൽ TP ചന്ദ്രശേഖരനെ വധിക്കാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടതെന്ന് കോടതിയുടെ വിധി പ്രസ്താവത്തിൽ തന്നെ നിരീക്ഷിക്കുകയാണ്. കൃത്യമായ രാഷ്ട്രീയ കൊലപാതകം എന്ന് തന്നെ കോടതി വ്യക്തമാക്കുന്നു വിധിന്യായത്തിൽ. ാണ് വിചാരണ കോടതിയുടെ ഇത് രാഷ്ട്രീയ കൊലപാതകമാണ് എന്നായിരുന്നു കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിചാരണ കോടതിയുടെ വിധി. ആ വാദത്തെ കൂടുതൽ ശക്തി വെക്കുന്നതാണ്, അല്ലെങ്കിൽ ശക്തമായി ന്യായീകരിക്കുന്നതാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയും. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇതിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഇതിന് തൊട്ടു മുമ്പാണ് TP ചന്ദ്രശേഖരൻ CPIM വിടുന്നതും RMP രൂപീകരിക്കുന്നതും. ആ ഘട്ടത്തിൽ CPIM വിടുന്ന ഘട്ടം മുതൽ TP ചന്ദ്രശേഖരനോട് CPIMന് വൈരം തുടങ്ങി. പ്രാദേശിക നേതാക്കൾക്കാണ് ഈ വൈരം തുടങ്ങിയത്. അതിനുശേഷമാണ് പിന്നീട് ഈ വൈരം ഓരോ ഘട്ടത്തിലും, പ്രത്യേകിച്ച് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ CPIM തോൽക്കുകയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവിടെ ജയിക്കുകയും ചെയ്തു. അതിനുള്ളൊരു കാരണമായി പറയുന്നത് ഈ RNPയുടെ രൂപീകരണവും അതുമായി ബന്ധപ്പെട്ട് TP ചന്ദ്രശേഖരൻ ഉൾപ്പെടെ നടത്തിയ വലിയ ക്യാമ്പയിനും ഒക്കെയാണ്. അത് CPIMന് വലിയ തിരിച്ചടിയായി. അതുകൊണ്ടാണ് TP ചന്ദ്രശേഖരനെ നോട്ടമിടാനുള്ള പ്രധാനപ്പെട്ട കാരണം. മാത്രമല്ല, ഇതിനുശേഷം കൊലപാതകം നടക്കുന്ന സമയം വരെയും നിരവധിയായ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. TP ചന്ദ്രശേഖരന് ജീവന് ഭീഷണിയുണ്ട് എന്നതടക്കമുള്ള ഇന്റലിജൻസിന്റെ അടക്കം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് TP ചന്ദ്രശേഖരനെയും അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം KK കൃഷ്ണൻ, CPIM ഒഞ്ചിയം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന KK കൃഷ്ണന്റെ ഒരു പ്രസംഗമാണ്. അന്ന് തന്നെ വിവാദമായതാണ്. അതായത് തെങ്ങിൻ പൂക്കലയിൽ അടിച്ച് ചിതറുന്നതുപോലെ ആ തല ചിതറിക്കും എന്നതായിരുന്നു, ആ രീതിയിലായിരുന്നു ഒരു പ്രസംഗം. ആ പ്രസംഗം കൊലപാതകത്തിനുള്ള പ്രേരണയായി എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തുന്നത്. മാത്രമല്ല, കൊല്ലാനുള്ള തീരുമാനമെടുത്തത് ആ പ്രസംഗത്തിന് ശേഷമാണ്. TP ചന്ദ്രശേഖരനെ കൊല്ലാനുള്ള തീരുമാനമെടുത്തത് ആ പ്രസംഗത്തിന് ശേഷമാണ്. TP ചന്ദ്രശേഖരൻ CPIM വിട്ടത് വൈരത്തിന് കാരണമായി. അവസ്ഥ വഷളാക്കിയത് 2019 വടകരയിലെ CPIMന്റെ തോൽവിയാണ്. ഗൂഢാലോചന ഉണ്ടാവാം എന്നാണ് നേരത്തെ വിചാരണ കോടതി പറഞ്ഞിരുന്നതെങ്കിൽ ഗൂഢാലോചന ഉണ്ടാവാം എന്നല്ല, ഗൂഢാലോചന ഉണ്ട് എന്നാണ് ഹൈക്കോടതി പറയുന്നത്. 1 മുതൽ 5 വരെയും 7, 8, 10, 12 പ്രതികളും ഗൂഢാലോചന നടത്തി എന്നുമാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇവർക്കെതിരെ ഗൂഢാലോചന കുറ്റം നിലനിൽക്കും. മാത്രമല്ല, ആ സാഹചര്യത്തിലാണ് 26-ന് ഹൈക്കോടതി വീണ്ടും ഈ അപ്പീലുകൾ പരിഗണിക്കുന്നതും. ഇവരുടെ ഗൂഢാലോചന കുറ്റം നിലനിൽക്കുന്ന ഈ ഗൂഢാലോചന കുറ്റത്തിന്മേൽ എന്ത് ശിക്ഷ നൽകണം എന്ന കാര്യത്തിൽ കൂടി തീരുമാനമെടുക്കുകയും ചെയ്യുന്നത്. ഈ വിധിന്യായത്തിന്റെ ആദ്യ ഭാഗത്തിൽ തന്നെ ഹൈക്കോടതി പറയുന്ന ഒരു കാര്യം, TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നതിന്റെ തൊട്ടടുത്ത ദിവസം പുലർച്ചെ നേരം പുലരുന്നത് കേരളം ഞെട്ടിയാണ്. അന്ന് അതിക്രൂരമായ രീതിയിലുള്ള ഒരു കൊലപാതകമാണ് സംഭവിച്ചത്. അന്ന് ആ കൊലപാതകം സംഭവിക്കുമ്പോൾ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളുണ്ട്. ആരാണ് ഈ ക്രൂരമായ കൊലപാതകം ചെയ്തത്? എന്തിനു വേണ്ടിയായിരുന്നു കൊലപാതകം? ഈ ചോദ്യങ്ങളാണ് മുഴങ്ങിക്കേട്ടത് എന്നുമാണ് ഹൈക്കോടതി അതിൻ്റെ വിധിന്യായത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, ഇതിൽ 2 പ്രതികളെ കൂടി, പ്രതിപട്ടികയിലുണ്ടായിരുന്ന 2 പേർ കൂടി കുറ്റക്കാരാണ് എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തിയിരുന്നു. CPIMന്റെ ഒഞ്ചിയത്തെ നേതാക്കളായ ജ്യോതിബാബുവും ഒപ്പം KK കൃഷ്ണനുമാണ് കുറ്റക്കാരാണ് എന്ന് ഡിവിഷൻ ബെഞ്ച് ഇന്ന് കണ്ടെത്തിയത്. അതിൽ ജ്യോതിബാബുവിൻ്റെയും KK കൃഷ്ണന്റെയും പങ്കിനെ പറ്റി വിശദമാക്കുകയാണ് ഹൈക്കോടതി ആ വിധിന്യായത്തിൽ പറയുന്നത്. ജ്യോതിബാബു പ്രതികളുമായി നിരന്തരം ബന്ധപ്പെട്ടു. പ്രധാന പ്രതികൾ 5 മുതൽ 6 തവണ വരെയെങ്കിലും നിരന്തരം കൂടിക്കാഴ്ച നടത്തിയെന്നാണ്. 1 മാസത്തിനിടയ്ക്കോ തന്നെ കൊലപാതകത്തിന് മുമ്പുള്ള നാളുകളിൽ അവർ നിരന്തരം കൂടിക്കാഴ്ച നടത്തിയെന്നതാണ്. കൊലപാതകത്തിന് മുമ്പ് ജ്യോതിബാബു പ്രധാന പ്രതികളെ കണ്ടു എന്ന കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. ചൊക്ലി സമീറ ക്വാർട്ടേഴ്സിലായിരുന്നു അത്തരമൊരു കൂടിക്കാഴ്ച. അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടക്കുമ്പോൾ അവിടെ അനൂപ്, കൊടിസുനി, KC രാമചന്ദ്രൻ, മനോജ് എന്നിവർ പങ്കെടുക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ചൊരു സാക്ഷിമൊഴിയുണ്ട്. ആ സാക്ഷിമൊഴി വിശ്വസനീയമാണ് എന്നുമാണ് ഹൈക്കോടതി അതിൻ്റെ വിധിന്യായത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, ഈ അനൂപ് എന്നത് CPIMന്റെ പ്രവർത്തകനല്ല. പക്ഷേ അങ്ങനെയുള്ള അനൂപുമായി എന്തിന് ജ്യോതിബാബു നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. കാരണം അതിൻ്റെ CDO വിശദമായ കോൾ രേഖകൾ അടക്കമാണ് തെളിവായി കോടതി പരിശോധിക്കുകയും അത് തെളിവായി അംഗീകരിക്കുകയും ചെയ്തത്. അങ്ങനെ ആ രീതിയിൽ വളരെ വിശദമായ ഒരു പരിശോധനയാണ് കോടതി ഇതിൻ്റെ അപ്പീലുകളിന്മേൽ നടത്തുകയും വിധി പറയുകയും ചെയ്യുന്നത്.
അതായത് ശ്യാം, കെ കൃഷ്ണൻ, ജ്യോതിബാബു എന്നിവരുടെ ശിക്ഷ അവരെ അതിൽ കോടതി സുപ്രധാനമായ നിരീക്ഷണങ്ങൾ നടത്തുന്നു. ഗൂഢാലോചനയിൽ ഇവർക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് തന്നെ പറയുന്നു. പക്ഷേ കെ രമ ഉൾപ്പെടെയുള്ളവരുടെ ഈ ഗൂഢാലോചനയിൽ മറ്റ് പലർക്കും ഉന്നതർക്കും പങ്കുണ്ടെന്നുള്ള ആരോപണം ഉണ്ടായതല്ലോ. അക്കാര്യത്തിൽ കോടതി ഈ ഇന്നത്തെ വിധിന്യായത്തിൽ ഏതെങ്കിലും നിരീക്ഷണം നടത്തിയിട്ടുണ്ടോ? അത്തരം പ്രത്യേകമായ നിരീക്ഷണങ്ങളൊന്നും കോടതി ഈ വിധിന്യായത്തിൽ നടത്തുന്നില്ല. കാരണം കോടതിയുടെ മുന്നിലുണ്ടായിരുന്നത് വിചാരണ കോടതിയുടെ വിധിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അതിൽ പരാമർശിച്ചിരുന്ന എല്ലാ പ്രതികളെ സംബന്ധിച്ചും വളരെ വിശദമായി ഡിവിഷൻ ബെഞ്ച് പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ ഹർജി കഴിഞ്ഞ 10 വർഷമായി അപ്പീലുകൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. 10 വർഷത്തിനിടയിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ സെപ്റ്റംബർ 9 മുതലാണ് ഹൈക്കോടതി ഇതിന്മേൽ നിരന്തരം വാദം കേട്ടു തുടങ്ങിയത്. 130 തവണയാണ് ഈ ഹർജി അപ്പീൽ നിരന്തരമായി വാദം കേൾക്കാൻ വേണ്ടി പരിഗണിച്ചത്. അതിൽ 100 ദിവസത്തോളം 100 തവണ, അതായത് 100 ദിവസത്തോളം എടുത്താണ് ഈ നിരന്തരം വാദം കേട്ട് ഇതിന്റെ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 5 മാസത്തിലേക്ക് നിരന്തരം വാദം കേട്ട് ഇതിന്റെ വിശദാംശങ്ങൾ ഈ വിസ്താരം പൂർത്തിയാക്കിയത്, അല്ലെങ്കിൽ അപ്പീലിന്മേലുള്ള വാദം പൂർത്തിയാക്കിയതും. അത്തരമൊരു വാദം പൂർത്തിയാക്കുമ്പോൾ അതിനു മുകളിലുള്ള എന്തെങ്കിലും ഒരു ഗൂഢാലോചന നടന്നു എന്ന കാര്യം ഈ വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നില്ല. പക്ഷേ ഈ പ്രതികൾ നിരന്തരമായി ഗൂഢാലോചന നടത്തി. കെ കൃഷ്ണന്റെ പ്രസംഗമാണ്, ഒഞ്ചിയത്തെ പ്രസംഗമാണ് അതിനേറ്റവും ആധാരമായി വന്നത്. അതുമുതലാണ് ടി.പി. ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അത്തരമൊരു കാര്യത്തിലേക്ക് എത്തിയത് എന്ന കാര്യമാണ് ഹൈക്കോടതി അതിന്റെ വിധിന്യായത്തിൽ, ഡിവിഷൻ ബെഞ്ച് അതിന്റെ വിധിന്യായത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ വൈരമുണ്ടായി എന്നതും അത് 2009 മുതലാണ് ആ വൈരം തുടങ്ങുന്നത്. അത് പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ തോൽവിയാണ് അതിന് കാരണമെന്നാണ് വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നത്.